ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL 2026 സെക്ഷൻ ടൈമിങ്ങിൽ ജനറൽ അവയർനെസ്സിലെ 25 ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു എക്സ്പാൻഡഡ് ബ്രിട്ടീഷ് പാരമൗൺസി ത്രൂ സബ്സിഡറി അലയൻസ് പ്ലേസിംഗ് ബ്രിട്ടീഷ് ട്രൂപ്സ് ഇൻ ഇന്ത്യ സ്റ്റേറ്റ്സ് അറ്റ് ദ സ്റ്റേറ്റ്സ് എക്സ്പെൻസസ്? ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ എക്സ്പെൻസിൽ നിർത്തണമെന്നുള്ള ഈ സബ്സിഡറി അലയൻസ് നടപ്പിലാക്കിയതിനും കൊണ്ടുവന്ന ആ ഒരു ബ്രിട്ടീഷ് ലീഡർ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. ലോർഡ് വെല്ലസ്ലി ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന സമയം 1798 to 1805 ആണ്. എക്സ്പാൻഡഡ് ബ്രിട്ടീഷ് പാരമൗൺസി ത്രൂ സബ്സിഡറി അലയൻസസ് പ്ലേസിംഗ് ബ്രിട്ടീഷ് ട്രൂപ്സ് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ് അറ്റ് ദ സ്റ്റേറ്റ് എക്സ്പെൻസ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാരെ ഇന്ത്യയുടെ ചെലവിൽ തന്നെ നിർത്തുന്ന ഒരു സബ്സിഡറി അലയൻസ് എന്ന് കൊണ്ടുവന്നത് ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. അവിടെ താഴെ പറയുന്ന പോലെ ലോർഡ് ഡാൽഹൗസി കൊണ്ടുവന്നത് ഡോക്ടർ ഓഫ് ലാബ്സ് ആണ്. അനക്സിങ് സ്റ്റേറ്റ്സ് ലാക്കിങ് എ നാച്ചുറൽ ഹെയർ, അങ്ങനെ പിടിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് സത്താര, ഝാൻസി, നാഗ്പൂർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് TCA കല്യാണി ഈസ് ആർ ട്രൂ? TCA കല്യാണിയെക്കുറിച്ച് പറയുമ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഫസ്റ്റ്, ഷീ ഈസ് എ 29th കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്, CGA. 29th CGA ആയിരുന്നു കല്യാണി എന്ന് പറയുന്നത്. ഷീ റീപ്ലേസസ് SS ദൂബെയെ റീപ്ലേസ് ചെയ്തിട്ടാണ് കല്യാണി വന്നത്. CGA ഈസ് എ പ്രിൻസിപ്പൽ അക്കൗണ്ടിങ് അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രിൻസിപ്പലായിട്ടുള്ള അക്കൗണ്ടിങ് അഡ്വൈസറാണ് ഈ CGA എന്നുള്ള പോസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ: വിലാസിനി നാട്യം is a traditional ritual dance from the Andhra Pradesh that was historically performed by which of the following groups? വിലാസിനി നാട്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഡാൻസ് ഫോമാണ്. അതിവിടെ പെർഫോം ചെയ്യുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെലുഗു ദേവദാസീസ് ആണ് ചെയ്യുന്നത് വിലാസിനി നാട്യം എന്നുള്ളത് പെർഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടർ ഓഫ് ഗോദാവരി? ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടർ ഇതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഞ്ജിറ ആണ് ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ആദിത്യ L1 മിഷൻ? ആദിത്യ L1 മിഷൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന 4 പോയിൻറ്റ്സിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തേർഡ് പോയിൻറ്റ് പോയിട്ട് ഫസ്റ്റും സെക്കൻഡും ഫോർത്തും ആദിത്യ L1 മിഷൻ്റെ പോയിൻറ്റ്സ് തന്നെയാണ്. ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി ടു സ്റ്റഡി ദ സൺ. സണ്ണിനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് സ്പേസ് ബേസ്ഡ് ഒബ്സർവേറ്ററി ആയിരുന്നു ഇത്, ഈ ആദ്യത്തെ L1 മിഷൻ എന്ന് പറയുന്നത്. കറക്റ്റാണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹാലോ ഓർബിറ്റ് അറൗണ്ട് ദ ലഗ്രാഞ്ചെ പോയിൻറ്റ് L1 ഓഫ് ദ സൺസ് എർത്ത് സിസ്റ്റം. സൺ എർത്തിൻ്റെ ലഗ്രാഞ്ചെ പോയിൻറ്റ് അല്ലെങ്കിൽ L1 പോയിൻറ്റിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് 7 പേലോഡ്സ് ടു ഒബ്സർവ് ദ സോളാർ കൊറോണ, ക്രോമോസ്ഫിയർ ആൻഡ് ഫോട്ടോസ്ഫിയർ. ഇതെന്ത് ചെയ്യും? ഈ സണ്ണിൻ്റെ ലെയേഴ്സ് പഠിക്കാനായിട്ട് 7 പേലോഡ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇതൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. സണ്ണിൻ്റെ കൊറോണ, ഓട്ടോമോസ്റ്റ് ലെയർ, ക്രോമോസ്ഫിയർ, അതുപോലെ തന്നെ ഫോട്ടോസ്ഫിയേഴ്സിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWAI സക്സീഡിങ് വിജയ് കുമാർ ഇൻ November 2025? ആരാണ് ചെയർമാൻ ഓഫ് ഇൻലാൻഡ് വാട്ടർവേസ് അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജയകുമാർ ആയിരുന്നു നേരത്തെ, അത് കഴിഞ്ഞ് വന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുനിൽ പലിവാലാണ് അടുത്ത ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത്. സെവൻത്ത് ക്വസ്റ്റ്യൻ: ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അറൗണ്ട് എ ഫിക്സഡ് ആക്സിസ് ദ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് എനി പാർട്ടിക്കിൾ ഈസ്? ഒരു റിജിഡ് ബോഡി സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ അതിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ, കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷനാണ് ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അത് ആ പാർട്ടിക്കിൾസിനെല്ലാം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ഫോർ ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി. ആ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡിക്കെല്ലാം തുല്യമായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. എമംഗ് ദ ട്രൈബൽ പീപ്പിൾ ഓഫ് ജാർഖണ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽ ഈസ് ബെസ്റ്റ് നോൺ ആസ് എ വർഷിപ്പ് ഓഫ് ബുദ്ധ ബാബ? ബുദ്ധ ബാബ വർഷിപ്പ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിലെ ട്രൈബൽ പീപ്പിളാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഭക്ത പർബാണ് ഈ പറഞ്ഞ ബുദ്ധ ബാബ എന്നുള്ള ആ ഒരു ഫെസ്റ്റിവൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡിവിസിബിൾ പൂൾ ഓഫ് സെൻട്രൽ ടാക്സസ് ദാറ്റ് ദ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ്സ് ഫോർ ദ ഡെവല്യൂഷൻ ടു സ്റ്റേറ്റ്സ്?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡിവിസിബിൾ പൂൾ ഓഫ് സെൻട്രൽ ടാക്സസ്. ഇതിലേതാണ് ഡിവിസിബിലിറ്റി പൂൾ ഓഫ് സെൻട്രൽ ടാക്സസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ഫിനാൻസ് കമ്മീഷൻ എടുത്ത് കളഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർചാർജ് ഓൺ ഇൻകം ടാക്സിലെ സർചാർജാണ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ നിലവിൽ അതിലുള്ളത് ഏതൊക്കെയെന്ന് നോക്കി കഴിഞ്ഞാൽ കോർപ്പറേഷൻ ടാക്സ് ഉണ്ട്, സെൻട്രൽ GST CGST ഉണ്ട്, അതുപോലെ തന്നെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ഇതൊക്കെ ഏതാണ് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഈ ഡിവിസിബിലിറ്റി പൂളിൽ നിലവിലുള്ളതാണ്. അതിലുണ്ടായിരുന്നതിന് എടുത്ത് കളഞ്ഞത് ഈ സർചാർജ് ഓൺ ഇൻകം ടാക്സ് ആണ് എടുത്ത് കളഞ്ഞത്. 10th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് കൺകറൻറ്റ് ലിസ്റ്റിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടും കറക്റ്റാണ്. നമുക്കപ്പോൾ ഏതൊക്കെയാണ് ആ പോയിന്റ് നോക്കാം. കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ കൺകറൻറ്റ് ലിസ്റ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ഓൺ വിച്ച് both the union and states may legislate, but administrative responsibility generally lies with states. Concurrent list includes subject on which both the union and state may legislate. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇടപെടുന്ന 2 ടോപ്പിക്സിലുള്ള കാര്യങ്ങളും ഇതിലുണ്ടാവും. ഇതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ. ബട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ജനറലി ലൈസ് വിത്ത് ദ സ്റ്റേറ്റ്. പക്ഷേ അത് നടപ്പിലാക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചാണെങ്കിൽ അത് നടപ്പിലാക്കണോ വേണ്ടേ എന്നുള്ളത് സ്റ്റേറ്റാണ് തീരുമാനിക്കേണ്ടത്. എ ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ് ഓൺ കൺകറൻറ്റ് ലിസ്റ്റ് സബ്ജക്റ്റ് ക്യാൻ ഓവർറൈഡ് എ സ്റ്റേറ്റ് ലോ ഈവൻ ഇഫ് ദ സ്റ്റേറ്റ് ലോ വാസ് എനാക്റ്റഡ് എയർലിയർ. ഇപ്പം പാർലമെൻറ്റ് ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നേരത്തെ സ്റ്റേറ്റ് തീരുമാനിച്ചിരുന്ന ലോ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഓവർറൈഡ് ചെയ്താൽ വെച്ചാൽ അതിനെ ഒപ്പോസ് ചെയ്തിട്ട് പാർലമെൻറ്റിൻ്റെ തീരുമാനം മുമ്പോട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. അണ്ടർ ആർട്ടിക്കിൾ 253 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് എനി ലോ ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് എനി ട്രീറ്റി എഗ്രിമെൻറ്റ് ഓർ കൺവെൻഷൻ വിത്ത് എനി അതർ കൺട്രി. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? ആർട്ടിക്കിൾ 253 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു മേക്ക് എനി ലോ ഫോർ ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏതെങ്കിലും പാർട്ടിന് വേണ്ടി തീരുമാനം എടുക്കാൻ ആർക്ക് പവർ ഉണ്ടെന്നാണ്? പാർലമെൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പാർലമെൻറ്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ സബ്ജക്റ്റ് മെൻഷൻ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം സ്റ്റേറ്റിന് അനുവാദമില്ലാതെ ഒരു തീരുമാനം എടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. Arrange the following religious communities in ascending order of their population shares in India as per census 2021. ഇന്ത്യയിൽ സെൻസസ് അനുസരിച്ച് ചെറുതിൽ നിന്ന് വലുതിലോട്ടുള്ള ഓർഡറിൽ അതിൻ്റെ പോപ്പുലേഷൻ അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ABCD എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ചുള്ളത് ജെയിൻ, സെക്കൻഡ് ബുദ്ധിസം, തേർഡ് സിഖ്, ഫോർത്ത് ക്രിസ്ത്യൻസ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? ക്രിസ്ത്യൻസ് ആണ്. സെക്കൻഡ് ഹയസ്റ്റ് സിഖ്, തേർഡ് ഹയസ്റ്റ് ബുദ്ധിസ്റ്റ്, ഫോർത്ത് ഹയസ്റ്റ് ആണ് ജെയിൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓർഡറിൽ. 13th question. Following the resignation of KP Sharma Oli due to the widespread Gen Z protest, who was appointed as the first woman interim Prime Minister of Nepal in September 2025? ഇപ്പോൾ Gen Z പ്രൊട്ടസ്റ്റ് കാരണം നേപ്പാളിലെ അവിടുത്തെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യേണ്ടി റെസിഗ്നേഷൻ കൊടുക്കേണ്ടിരുന്നു. ആ റെസിഗ്നേഷൻ കൊടുത്ത പ്രൈം മിനിസ്റ്ററാണ് KP ശർമ്മ ഒലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം എന്ത് ഒരു ഇൻ്ററിം പ്രൈം മിനിസ്റ്ററായിട്ട് നേപ്പാളിൽ വന്നത് ഒരു വുമൺ ആയിരുന്നു. ആളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സുശീല കാർക്കിയാണ് ആ ഇൻ്ററിം പ്രൈം മിനിസ്റ്ററായിട്ട് വന്നത് നേപ്പാളിൽ, സുശീല കാർക്കി. 14th question. At which session of Indian National Congress was the organization reorganized on a linguistic basis, a written constitution adopted with mass mentorship 4 ana fee, and the Congress Working Committee created to direct the non-cooperation movement? Non-cooperation മൂവ്മെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ ലിംഗ്വിസ്റ്റിക് ബേസിസിലൊക്കെ വരണം എന്നുള്ള രീതിയിൽ ഏത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് സെഷനിലാണ് തീരുമാനം എടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഗ്പൂർ സെഷനാണ്. 1920 നാഗ്പൂർ സെഷനിലാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ഓക്കെ, അടുത്ത 15th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ cities is ranked highest among the global innovation clusters in Global Innovation Index GII 2025? ഈ തന്നിരിക്കുന്ന ഏത് സിറ്റീസാണ് ഹയസ്റ്റ് ഏതിൻ്റെ കാര്യത്തിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഹയസ്റ്റ് റാങ്കിങ് കിട്ടിയത്? 2025 ബാംഗ്ലൂരിനാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഹയസ്റ്റ് റാങ്ക് കിട്ടിയത്. 16th ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ലൈഫ്സ് ഓഫ് അതേഴ്സ്, എ നോവൽ
shortlisted for the Man Booker Prize in 2014. Who is the author of the Lives of Others? ലൈഫ് ഓഫ് അതേഴ്സ് എന്നുള്ള ആ ഒരു ബുക്കിൻ്റെ ഓതർ ആയിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ബുക്കിൻ്റെ പ്രത്യേകത 2014 മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നീൽ മുഖർജിയാണ് ദ ലൈഫ് ഓഫ് അതേഴ്സ് എന്നുള്ള ബുക്ക് എഴുതിയത്. നീൽ മുഖർജി. 17th question. Which of the following statement best describes the Sushir Vadya category of Indian musical instrument? Sushir Vadya എന്നുള്ള കാറ്റഗറിയെക്കുറിച്ച് ഇതിൽ പറയുന്നത് ഏതൊക്കെയാണ്? These are wind instruments where sound is produced by the resonance of an air column often made up of wood, bamboo or metal with finger holes. സുഷിർ വാദ്യ എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്. വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിലെന്താണ്? എയർ കോളംസ് ഉണ്ടാവും. എയർ കോളം മീൻസ് ഊതുന്നത്. നമ്മൾ വിൻഡിൻ്റെ മൂവ്മെൻറ്റ് വെച്ചാണ് ഇതിൻ്റെ സൗണ്ട് ഉണ്ടാകുന്നത്. അതെന്തായിരിക്കും? വുഡ്, ബാമ്പു അല്ലെങ്കിൽ മെറ്റൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫിംഗർ ഹോൾസ് ഉണ്ടാവും അടയ്ക്കാനും തുറക്കാനുമായിട്ടുള്ള ഒരു ടൂൺസ് കിട്ടാൻ വേണ്ടി. അതാണ് സുഷിർ വാദ്യ എന്ന് പറയുന്നത്. സുഷിരം മീൻസ് ഹോൾസ് എന്നാണല്ലോ. അപ്പോൾ സുഷിർ വാദ്യ എന്ന് മീൻസ് എയർ പോകുമ്പോൾ അവിടെ സുഷിരങ്ങളുണ്ടാവും. അത് വെച്ചാണ് പഠിക്കുന്നത്. ഫ്ലൂട്ടൊക്കെ വരുന്ന ഒരു മോഡലാണിത്. 18th question. Which of the following species has the shortest bond length? ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് ഉള്ളത് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ്? NO+നാണ് ഷോർട്ടസ്റ്റ് ലോങ് എന്താ പറയുന്നത് ബോണ്ട് ലെങ്ത്. NO+ മീൻസ് നൈട്രോസോണിയം എന്നാണ് എൻ്റെ പേര് വരുന്നത്. 19th question വരുന്നത് the following questions made two statement, one labeled as assertion A and the other reason R. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് അസേർഷനും രണ്ടാമത് തന്നിരിക്കുന്ന റീസണുമാണ്. അസേർഷൻ നോക്കാം, റീസൺ നോക്കാം. ഇതിൽ ഏതാണ് കറക്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ കറക്റ്റ് അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ഇൻ ദ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് at the election of president. The Constitution of India provides for the principle of uniformity in the scale of representation of different states at the election of president. പ്രസിഡന്റ് ഇലക്ഷന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും തുല്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. റീസൺ ദ വാല്യൂ ഓഫ് ദ വോട്ട് ഓഫ് ആൻ MLA ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് elected members of the assembly further divided by 1000. ഈ ഒരു ഫോർമുലയിലാണ് ഒരു MLAയുടെ വാല്യൂ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. കാരണം എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്ടഡ്, അവിടെ നിന്ന് ആ ഒരു ഇലക്ടഡ് അസംബ്ലിയിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട്, പിന്നെയും ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോഴാണ് ഒരു MLAയുടെ വാല്യൂ കിട്ടുന്നത്. കാരണം എന്തിനാണ്? ഓരോ സ്റ്റേറ്റിലുള്ള വോട്ടിങ്ങും തുല്യമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈക്വലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വഴിയാണ് പ്രസിഡന്റ് ഉണ്ടാകുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ആ പരിപാടി ചെയ്യുന്നത്. 20th question. Consider the following statement regarding the official measurements and rules of basketball as per the International Basketball Federation FIBA. ഇതിൽ സെക്കൻഡ് മാത്രമാണ് കറക്റ്റ്. ദ ഹൈറ്റ് ഓഫ് ദ ബാസ്കറ്റ്ബോൾ റിം ഹൂപ്പ് ഫ്രം ദ ഫ്ലോർ ഈസ് എക്സാക്ട്ലി 10 feet. നമ്മളൊരു ബാസ്കറ്റ് ബോൾ ഇടുന്ന ആ ഹൂപ്പിന് താഴെ നിന്ന് 10 feet ഹൈറ്റ് ഉണ്ടാവണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ FIBA റൂൾസ് അനുസരിച്ച് കോർട്ടിൻ്റെ സൈസ് വരുന്നത് 20 meter ലെങ്തും 15 meter വിഡ്ത്തുമാണ് വരുന്നത്. 4 court മാച്ച് എന്ന് പറയുന്നത് 4 quarters ആയിരിക്കും, 10 minutes ഈച്ച്. 12 minute quarters ആർ ഫോളോഡ് ഇൻ ദ NBA ആൻഡ് നോട്ട് FIBA. NBAയിലാണ് 12 minute ക്വാർട്ടേഴ്സ് വരുന്നത്. ഇതാകുമ്പോൾ 10 minute ക്വാർട്ടേഴ്സാണ് വരുന്നത്. ബാസ്കറ്റ് ബോളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 feet ആണ്. അത് 3.05 meters ഈക്വൽ ആയിരിക്കും. The height is uniform worldwide across FIBA, NBA and Olympic competition. ഇത് FIBAയിലായാലും NBAയിലായാലും എല്ലായിടത്തും ഈ ഒരു കണ്ടീഷൻസ് ഈക്വൽ ആണ്. മീൻസ് 10 feet ഹൈറ്റ് ആണ് വരുന്നത് ഹുഡിന്. 21st question. Which of the following statement is are true about the nematocytes? നെമറ്റോസൈറ്റ്സിന് ഈക്വലായിട്ട് വരുന്ന ഏതൊക്കെയാണ്? നെമറ്റോസൈറ്റ്സ് ആർ മൈക്രോസ്കോപ്പിക് harpoon like organelles that discharge a venomous thread upon contact. നെമറ്റോസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസ് ആണ്. അതിൻ്റെ അകത്ത് ഹാർപോൺ പോലത്തെ ഉള്ള ഓർഗനൽസ് ഉണ്ട്. അതെന്ത് ചെയ്യും? വെനമസ് ആയിട്ടുള്ള ത്രെഡ് എന്ത് ചെയ്യും? അതിനെ തൊടാനോ പിടിക്കാനോ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ എന്ത് ചെയ്യും? ഇഞ്ചെക്ട് ചെയ്യും. ദീസ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് യൂസ് ഫോർ ബോത്ത് ഡിഫെൻസ് ആൻഡ് ക്യാപ്ചറിങ് പ്രേ ആർ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ഓഫ് ഫൈലം നിഡേറിയ. ഈ പറഞ്ഞതുപോലെ ഉള്ള പ്രോപ്പർട്ടി എന്താണ്? ഈ ശത്രുക്കളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് വേണ്ട ഇരകളെ പിടിക്കാനുമാണ് ചെയ്യുന്നത്. ഇത് ഏത് ജീവികളുടെ ഒരു ക്യാരക്ടേഴ്സാണ്? ഫൈലം നിഡേറിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ സ്വഭാവങ്ങളാണ്.
ഓക്കെ, അപ്പോൾ നെമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു നിഡേറിയൻ ഓർഗാനിസമാണ്. 22nd question, which of the following statement about the Bhabar belt is not correct? ബാബറിനെ കുറിച്ച് പറയുന്നതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഇറ്റ് ഈസ് മോർ കോൺസ്പീഷ്യസ് ആൻഡ് വൈഡർ ഇൻ ദ ഈസ്റ്റേൺ ഹിമാലയ ദാൻ ദ വെസ്റ്റേൺ ഹിമാലയ. ഈ പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് കറക്റ്റ് അല്ലാത്തത്. കറക്റ്റായിട്ടുള്ള ഇതൊക്കെ നോക്കാം. ഇറ്റ് ഈസ് നാരോ പോറസ് ബെൽറ്റ് ഓഫ് പെപ്പിൾസ് ആൻഡ് ബോൾഡേഴ്സ് അലോങ് ദ ഹിമാലയൻ ഫുട് ഹിൽസ് വെയർ സ്ട്രീം സീൻ. ഈ വെള്ളം ഒഴുകി വരുന്നിടത്ത് ഉണ്ടാകുന്ന നാരോ ആയിട്ടുള്ള ഈ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ബോൾഡേഴ്സ് നിറഞ്ഞു കിടക്കുന്ന, കാരണം ഒഴുകി വരുന്ന ഈ സെഡിമെൻറ്റ് റോക്സ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കല്ല് നിറഞ്ഞൊരു സ്ഥലമാണ് ഭാബർ എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് വേ സൗത്ത് വേർഡ് ടു ദ വാട്ടർ ലോക്ക് ടെറായ് ബെൽറ്റ്. അത് സൗത്ത് വേർഡ് ടു ദ വാട്ടർ ലോക്ക്, വെള്ളം കെട്ടി കിടക്കുന്ന ടെറായ് ബെൽറ്റിലേക്ക് ഇത് കഴിഞ്ഞിട്ട് വരുന്നത്. ഭാബർ ബെൽറ്റ് കഴിഞ്ഞ് ടെറായ് ബെൽറ്റാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ബെസ്റ്റ് ഡെവലപ്ഡ് ബിറ്റ്വീൻ രവി ആൻഡ് ഗംഗ സെക്ടേഴ്സ്. രവിക്കും ഗംഗ സെക്ടേഴ്സിനിടയിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത 23rd question, which statement correctly describes a regressive tax? എന്താണ് regressive tax? ആവറേജ് ടാക്സ് റേറ്റ് ഫോൾസ് as ഇൻകം റൈസസ്. ആവറേജ് ടാക്സിൻ്റെ റേറ്റ് കുറയും ഇൻകം കൂടുമ്പോൾ ടാക്സിൻ്റെ അളവ് കൂടും എന്ന് പറയുന്നതാണ് റിഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. 24th question, വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് PM ഡിവൈൻ സ്കീം? PM ഡിവൈൻ എന്നുള്ള സ്കീം എന്തിനു വേണ്ടിയുള്ളതാണ്? ടു ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ ലോക്കൽ പീപ്പിൾ. അവിടുത്തെ ആൾക്കാരുടെ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ആൾക്കാരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് PM ഡിവൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25th question, ദ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ അർത്ഥശാസ്ത്ര വിച്ച് ലെവി പ്രൈമർലി കറസ്പോണ്ടൻസ് ടു കസ്റ്റം ഓർ ടോൾ ഡ്യൂട്ടീസ്. ടോൾ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റം ഡ്യൂട്ടീസ് എന്ന് മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുള്ള ടാക്സ് ഏതാണ്? ശുൽക്കയാണ് അവരുടെ പ്രൈമറി ആയിട്ടുള്ള ടാക്സ്. ആരുടെ? മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെത്. ഇത് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? അർത്ഥശാസ്ത്ര. ശുൽക്ക എന്ന് പറയുന്നതാണ് അവരുടെ കസ്റ്റം അല്ലെങ്കിൽ ടോൾ ഡ്യൂട്ടീസ് ആണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു സെഷനിൽ ഇതുപോലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.